കറക്റ്റ് പഴം നോക്കിയേ. 4 വയസ്സുള്ള മോനേതാ അവളെ ഷർട്ടും ഡ്രസ്സും ഇട്ട് നടക്കാം. കയ്യേറി நாங்கள் இங்கே கூலி வேலை செய்துட்டு இருந்தோம் இவ்வளோ நாளும். பின்ன அதேமாதிரி அம்மாவுக்குள்ள ஒரு கிருபையில் இங்கே வந்து எங்களுக்கு கூண் கிருஷி அதே கூண் கிருஷி இனி இப்போ கோழி கிருஷி செய்ய போகிறோம். அது இல்லாமல் எங்களுக்கு சின்ன சின்ன சகாயங்களை செய்து தராங்க. ஓணத்துக்கு எல்லா வீடுகளுக்கும் அரிசி பயறு எல்லா சாதனங்களும் அம்மா கிருபையில் எங்களுக்கு கிடச்சிச்சு. ഇനി ഞങ്ങൾക്ക് തരുവാങ്ക. ചെറിയ കൃഷി ചെയ്താലും ആനയുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ പച്ചക്കറി കൃഷിയാണെങ്കിൽ കാബേജ് പോലത്തെ കൃഷിയൊക്കെ ചെയ്താലും അതിൽ നിന്ന് നമുക്ക് ഒരു ആദായം പോലും കിട്ടത്തില്ല. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷിയാണ് ഈ കാബേജും ഈ കുറുമ്പുല്ലും ഇതൊക്കെ. അതുകൊണ്ട് ഈ ഭാഗത്ത് ആ കൃഷിയൊന്നും ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ആനയുടെ ശല്യം കാരണം തന്നെ ഇപ്പം ആദിവാസികൾ ഇവിടെ സ്ഥലം കെട്ടി വന്ന പിന്നെ 3 ആദിവാസികൾ ആന ചവിട്ടി കൊന്നു. സംഘടനയുടെ ഒരു ബേസിൽ നമുക്കിപ്പോൾ കുറേ ട്രെയിനിങ് തന്നായിരുന്നു. കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾക്കാണ് ഈ ട്രെയിനിങ് തന്നത്. ആദ്യം തന്നതാണ് ഈ കൂൺ കൃഷി ഇവിടെ തുടങ്ങിയിട്ട് നമുക്ക് 3 മാസമായി. എന്നാലിപ്പം നമ്മൾ പരിശീലനത്തിലാണ്. മുഴുവനും അത് പരിശീലനം മുഴുവനും നേടിയിട്ടില്ല. അതിപ്പോൾ പ്രായോഗികമായി നമ്മളത് നടപ്പിലാക്കിയാണ് ഇപ്പോൾ ഞങ്ങൾ പഠിച്ചു വരുന്നത്. ഈ കൂൺ കൃഷി ഇപ്പം നമ്മൾ ചെയ്യുന്നതാണ് ഈ 3ാമത്തെ പ്രാവശ്യത്തിലെ ബെഡിലാണ് നമ്മൾ കടന്നേക്കുന്നത്. ആദ്യത്തെ ഒരു ബാച്ച് എന്ന് പറയുന്നത് 100 ബെഡും 2ാമത്തെ ബാച്ചിൽ 100 ബെഡും അങ്ങനെ 200 ബെഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പം എല്ലാ ആൾക്കാർക്കും ഈ സ്വയം തൊഴിലെന്ന് പറയുന്ന ഈ കൂൺ കൃഷി തന്നെ പെർമനൻ്റായിട്ട് ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. ആ കൂൺ കൃഷി ഇപ്പം ഞങ്ങളുടെ കോളനി മാത്രമല്ല ഞങ്ങളുടെ അടുത്തുള്ള ബാക്കിയുള്ള കോളനിയിലേക്കും ഇത് പഠിപ്പിച്ച് കൊടുക്കുവാനുള്ള ഒരു സന്മനസ് ജയസസിൻ്റെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഞങ്ങൾക്ക് കിട്ടിയ ഈ സപ്പോർട്ട് തന്നെ ബാക്കിയുള്ള കോളനിയിലേക്കും ഇത് പടർന്ന് അവരെയും കൂടി ഞങ്ങളുടെ ഒപ്പം തന്നെ എത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അതേപോലെ മഠത്തിലിരുന്ന് பிள்ளைங்களுக்கு சின்ன சின்ன பிள்ளைங்களுக்கு கொஞ்சம் துணி எல்லாம் வந்து கொடுத்து சகாயம் பண்ணினாங்க. எல்லா பிள்ளைங்களும் ரொம்ப சந்தோஷப்பட்டாங்க. அது மாத்திரம் இல்லை, இங்கே உள்ளவங்களுக்கு எல்லாருக்கும் அம்மா கிருபையில் செய்கிற சின்ன சின்ன உதவிகள் எல்லாருக்கும் ரொம்ப மனசுக்கு சந்தோஷமாக இருக்குது. இதே போல் அதுவும் இல்லாமல் இப்போ அம்மாவை நாங்கள் இதுவரை எனக்கு பார்த்ததில்லை. பார்க்கணுன்னு எங்களுக்கு ஆசை இருக்குது. எங்களுக்கு அம்மாவை பார்க்கணும். அது ஒரு உபகாரம் மட்டும் எங்களுக்கு செய்து தரணும் பார்க்குறதுக்கு.
அங்க